ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം 5-ാമത്തെ അധ്യായം. സൃഷ്ടിക്രമ വർണ്ണനത്തിൽ 25-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടു. ബാക്കി ഭാഗങ്ങൾ നോക്കാം. കാലവൃത്യാതുമായാം ഗുണമയ്യാം മതോക്ഷജ പുരുഷേനാത്മഭൂതേന വീര്യമാധത്ത വീര്യവാൻ. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനായ ഈശ്വരൻ കാലത്തിൻ്റെ വ്യാപാരത്താൽ ഗുണസ്വരൂപിണിയായ മായയിൽ ആത്മാവിൻ്റെ അംശമായ പുരുഷനെ കൊണ്ട് തൻ്റെ വീര്യത്തെ ആദാനം ചെയ്തു. ഏകനായിരുന്ന ഈശ്വരൻ ബഹുവിധമായിട്ട് ഭവിക്കണം എന്ന് ഇച്ഛിച്ചു. ഇച്ഛയെ ഈക്ഷണം എന്നും ദർശനം എന്നും ഒക്കെ പറയുന്നു. ഭഗവാൻ എപ്പോൾ ഇച്ഛയുണ്ടായോ അപ്പോൾ ഈശ്വരനെ ലയിച്ചിരുന്ന ശക്തി കാരണമായും കാര്യമായിട്ടും ഭവിച്ചു. ഈ ശക്തിയെ മായ എന്ന് പറയുന്നു. ഈ മായയെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു. തതോപവൻ മഹത്തത്വം അവ്യക്താകാലജ്യോതിതാത് വിജ്ഞാനാത്മാത്മദേഹസ്ഥം വിശ്വം ബഞ്ചംസ്തമോനുത. അവ്യക്തമായിരുന്ന ആ മായയിൽ നിന്ന് കാലശക്തിയുടെ വ്യാപാരം കൊണ്ട് മഹത്തത്വമുണ്ടായി. വിജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയതും ഇരുട്ടിനെ നശിപ്പിക്കുന്നതുമായ മഹത്തത്വം തൻ്റെ ശരീരത്തിൽ ഇരുന്ന വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നതായി ഭവിച്ചു. ഈശ്വരവീര്യത്തെ ധരിച്ചിരുന്നതും ഇന്നവധത്തിൽ ഇരുന്നു എന്ന് വ്യക്തമാക്കാൻ കഴിയാത്തതുമായതിനാൽ മായയ്ക്ക് അവ്യക്തം എന്ന് പറയുന്നു. ഭഗവാനിൽ നിന്ന് ഉണർന്ന കാലശക്തിയുടെ വ്യാപാരം കൊണ്ട് അവ്യക്തത്തിൽ നിന്ന് രണ്ടാമത്തെ തത്വമുണ്ടായി. എത്രയെന്ന് നിർണ്ണയിക്കാൻ സാധിക്കാത്തതും മാഹാത്മ്യം നിറഞ്ഞതുമായതിനാൽ അതിന് മഹത്ത് എന്ന് പേരിട്ടു. ഇതിന് ബുദ്ധിതത്വം എന്നുകൂടി പേരുണ്ട്. അറിവാണ് ഈ തത്വത്തിൻ്റെ സ്വരൂപം എന്ന് സാരം. അറിവ് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റുന്നത് കൊണ്ട് പ്രകാശമാണല്ലോ. അതിനാൽ മഹത്തത്വ രൂപം അറിവും പ്രകാശവുമാണ്. തന്നിലിരിക്കുന്ന ലോകത്തെ ഇത് പ്രകാശിപ്പിക്കുന്നു. രൂപ്യംശഗുണകാലാത്മാ ഭഗവത് ദൃഷ്ടിഗോചര ആത്മാനം ബഹരോധാത്മാ വിശ്വസ്യാതക്ഷയ. ആ മഹത്തത്വം ഈശ്വരാംശം, ഗുണം, കാലം എന്നിവയോട് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയതായിട്ട് ഈ ലോകത്തിന് കാരണഭൂതമായിട്ട് ഭഗവാന്റെ സൃഷ്ടി നടത്തണമെന്നുള്ള താല്പര്യം കൊണ്ട് ആത്മാവിനെ വികാരമുള്ളതാക്കി. ഈ മഹത്വത്തിൽ നിന്ന് ഈശ്വരാംശമായ ജ്ഞാനമുണ്ട്. ഈ മഹത്തത്വത്തിൽ ഈശ്വരാംശമായ ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനരൂപത്തെ ചിതാഭാസൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ലോകസൃഷ്ടിക്കുള്ള നിമിത്ത കാരണം. ഇതിൽ തന്നെ സത്വാദി ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. ആ ഗുണങ്ങളാണ് സൃഷ്ടിയുടെ ഉപാദാന കാരണം. ഗുണങ്ങളെ ശോഭിപ്പിക്കുന്ന കാലവും മഹത്തത്വം തന്നെ അടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇനി ലോകം ഉണ്ടാകുന്നതിനുള്ള കാരണതത്വം. ഭഗവാന്റെ സങ്കല്പം നിമിത്തം ഈ തത്വങ്ങളുടെ വികാസമുണ്ടായി. ഇതിന് വികാരം എന്ന് പേരിട്ടു. ഈ വികൃതമായ തത്വത്തെ അഹന്തത്വം, അഹം തത്വം എന്ന് വിളിക്കുന്നു. അഹന്തത്വത്തെ തന്നെയാണ് അഹങ്കാരം എന്നും പറയുന്നത്. ലോകത്തെ സൃഷ്ടിക്കാൻ ഈശ്വരൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ വികാരങ്ങളും തത്വങ്ങളുടെ വികാസവും ഉണ്ടായത്. അതിനാൽ ഈ ലോകം ഈശ്വരൻ്റെ സങ്കല്പമാണ് എന്ന് പറയുന്നു. മഹത്തത്വ വികുർവാണാദഹം തത്വം വിജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയ മനോമയ. ഇപ്രകാരം വികാരത്തെ പ്രാപിച്ചിരിക്കുന്ന മഹത്തത്വത്തിൽ നിന്ന് അഹന്തത്വം എന്നു പേരുള്ള തത്വം വിശേഷമായിട്ടുണ്ടായി. കാര്യം, കാരണം, കർത്താവ് എന്നിവയുടെ സ്വരൂപമായിരിക്കുന്ന ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയും ഇതിൻ്റെ രൂപം തന്നെ. ഒന്നുകൂടി വിവരിച്ച് പറയുമ്പോൾ, ഈശ്വര സങ്കല്പം കൊണ്ട് വികാരത്തെ പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരതത്വം ഉണ്ടായത്. മഹത്തത്വം എന്ന കാരണത്തിൽ നിന്നുണ്ടായതിനാൽ ഇതിന് കാര്യം എന്ന് പറയുന്നു. ഇനി ഉണ്ടാകുന്ന തത്വങ്ങളെല്ലാം ഇതിൽ നിന്നാണ്. അതിനാൽ കാരണവും ഇത് തന്നെ. ഇതിൽ പ്രകാശിക്കുന്ന സർവത്തിനും കർത്താവ് ചിദ്ധാഭാസനായ ഈശ്വരനായതിനാൽ കർത്താവ് എന്നും പറയുന്നു. കാര്യം എന്ന് പറഞ്ഞതിന് വിഷയം ആകാശാദിഭൂതങ്ങളാണ്. അതിനാൽ ഇവയെ അതിഭൂതം എന്ന് തുടർന്ന് പറയും. കാരണശബ്ദത്തിൽ സൂചിപ്പിക്കുന്ന
ഇന്ദ്രിയങ്ങളെ അധ്യാത്മം എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളിൽ അധിവസിക്കുന്ന ദേവന്മാരെ അതിദൈവം എന്നും പറയുന്നു. വൈകാരിക തേജസശ്ച താമസശ്ചേത്യഹം ധൃത അഹം തത്വാഭികുർവാണാൻ മനോവൈകാരികാദഭൂത് വൈകാരികാശ്ചേ ദേവ ഹർത്താഭിവഞ്ചനം യഥാ. സത്വഗുണത്തിൽ നിന്നാണ് ഹംതത്വം ഉണ്ടായത്. ഇത് സാത്വികാഹങ്കാരം, രാജാഹങ്കാരം, താമസാഹങ്കാരം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. വികാരത്തെ പ്രാപിച്ചതും സത്വഗുണം നിറഞ്ഞതുമായ അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. സത്വഗുണം പരിശുദ്ധമായതിനാൽ അതിൽ നിന്ന് ദേവന്മാരുണ്ടായി. ഇന്ദ്രിയ ദേവതമാർ ഉള്ളതുകൊണ്ടാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയുടെ അർത്ഥങ്ങളുടെ ജ്ഞാനം ഉണ്ടാകുന്നത്. തൈജസാനിന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിർ യദഖം ലിംഗമാത്മന. രജോ ഗുണപ്രധാനമായിരിക്കുന്ന അഹന്തത്വത്തിൽ നിന്ന് അറിവിനും പ്രവൃത്തിക്കും കാരണഭൂതങ്ങളായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. തമോ ഗുണപ്രധാനമായിരിക്കുന്ന അഹന്തത്വത്തിൽ നിന്ന് ആകാശാദി സ്ഥൂലഭൂതങ്ങളും ശബ്ദാദി സൂക്ഷ്മഭൂതങ്ങളും ഉണ്ടായി. ശബ്ദഗുണമായിരിക്കുന്ന ആകാശമാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതായ പരമതത്വം. കാലമായാംശയോഗേന ഭഗവദ്ദീക്ഷിതം നഭസോനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേനിലം. കാലം, മായ, ഭഗവാന്റെ അംശം ഇവ ആകാശത്തോട് ചേർന്നപ്പോൾ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അതിൽ നിന്ന് സ്പർശമുണ്ടായി. അത് വികാരത്തെ പ്രാപിച്ചപ്പോൾ വായുവായിട്ട് തീർന്നു. അനിലോപി വികുർവാണോ നഭസോ രൂപലാനിത സസർജരൂപതൻ മാത്രം ജ്യോതിർലോകസ്യ ലോചനം. വായുവിന് വികാരമുണ്ടായപ്പോൾ വായുവും ആകാശവും കൂടി ചേർന്ന് അധിക ബലമുണ്ടായി. ആ വായുവിൽ നിന്ന് രൂപതന്മാത്രയോടുകൂടിയ തേജസ് ഉണ്ടായി. ഇതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. തേജസ് തന്നെ അഗ്നി. അനിലേനാനിതം ജ്യോതിർ വികുർവത് പരവീക്ഷിതം ആദത്താംബോരസമയം കാലമായ അംശയോഗത. ഈ ജ്യോതിസ് വായുവിനോട് കൂടി ചേർന്നപ്പോൾ ഈശ്വര സങ്കല്പത്തിന് വിഷയമായി വികാരത്തെ പ്രാപിച്ചു. കാലം, മായ, അംശം ഇവയുടെ ചേർച്ച നിമിത്തം തേജസ്സിൽ നിന്ന് രസമയമായ ജലമുണ്ടായി. ജ്യോതിഷാംബോന സംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹിം ഗന്ധഗുണാമാദാത് കാലമായ അംശയോഗത. തേജസ്സിനോട് കൂടിയ ബ്രഹ്മത്താൽ കടാക്ഷിക്കപ്പെട്ടതും കാലം, മായ, അംശം എന്നിവയോട് കൂടിയതുമായ ജലം ഗന്ധത്തിൻ്റെ ഗുണത്തോടു കൂടിയ ഭൂമിതത്വത്തെ സൃഷ്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആകാശഭൂതത്തിൽ നിന്ന് വായു ഉണ്ടായി, വായുഭൂതത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിഭൂതത്തിൽ നിന്ന് ജലമുണ്ടായി, ജലഭൂതത്തിൽ നിന്ന് ഭൂമിഭൂതം ഉണ്ടായി. ഭൂതാനാം ആദീനാം യദ്യദ്ഭവ്യപരാപരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിദുഹു. ഭവ്യ, ആകാശം മുതലായ ഭൂതങ്ങളുടെ മധ്യത്തിൽ പിന്നെ പിന്നെ ഏതൊക്കെ ഉണ്ടായോ അവയുടെ ക്രമത്തെ അനുസരിച്ച് അവയുടെ ഗുണങ്ങളുമുണ്ടെന്നാണ് തത്വത്തെ അറിയുന്നവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആദ്യം ശബ്ദഗുണത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് സ്പർശത്തിൻ്റെ ഗുണത്തോടു കൂടി വായു ഉണ്ടായി, വായുവിന് ആകാശത്തിന് ഗുണമായ ശബ്ദവും സ്വന്തം ഗുണമായ സ്പർശവുമുണ്ട്. വായുവിൽ നിന്ന് രൂപത്തിൻ്റെ ഗുണം കൊണ്ട് അഗ്നി ഉണ്ടായി. അപ്പോൾ അഗ്നിക്ക് ശബ്ദം, സ്പർശം, രൂപം എന്നീ ഗുണങ്ങളുണ്ട്. അഗ്നിയിൽ നിന്ന് രസം കൂടി ചേർന്ന് ജലമുണ്ടായി. അതിനാൽ ജലത്തിൽ ശബ്ദം, സ്പർശം, രൂപം, രസം എന്നീ തന്മാത്രകളുണ്ട്. ജലത്തിൽ നിന്നുണ്ടായ ഭൂമിക്ക് ആ 4 ഗുണങ്ങളും കൂടാതെ സ്വന്തം ഗുണമായ ഗന്ധം കൂടിയുണ്ട് എന്ന് സാരം. ഏതേ ദേവാ കലാ വിഷ്ണു കാലമായാം ശലിംഗിന നാനാത്വസക്രിയാനീശ പ്രോജുപ്രാഞ്ജലയോ വിഭും. വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നുണ്ടായവരും കാലത്തിൻ്റെ ലക്ഷണമായ വികാരവും മായാലക്ഷണമായ വിക്ഷേപവും ഭഗവാന്റെ അംശമായ ചൈതന്യവും ഉള്ളവരുമായ മഹതാദി തത്വങ്ങളുടെ അഭിമാനി ദേവന്മാർ തങ്ങളുടെ നാനാത്വം കാരണം, നാനാത്വം പറയും ഒന്നിനോടൊന്നും യോജിക്കാതിരിക്കുന്നതിനാൽ പ്രപഞ്ച സൃഷ്ടി നടത്താൻ അശക്തരായിരുന്നു. അവർ സ്വന്തം പ്രഭുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു: ദേവാവൂജോ നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാഭൂപശമാതപത്രം യന്മൂലകേതായതയോഞ്ജസോരോ സംസാര ദുഃഖം ബഹിരുക്ഷിബന്ധി. ദേവന്മാർ പറഞ്ഞു: ഹേ ദേവ, ആശ്രയിക്കുന്നവരുടെ താപത്തെ ശമിപ്പിക്കുന്ന കുടയ്ക്ക് തുല്യമായ അവിടുത്തെ പാതാരവിന്ദത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഇതിനെ ആശ്രയിച്ച് യോഗികൾ പ്രയാസം കൂടാതെ സംസാര ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കുന്നു. കയ്യിൽ കുട പിടിക്കുന്നവന് കുറഞ്ഞ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ
ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിച്ചാൽ കയ്യിൽ കുട പിടിക്കുന്നവന് കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിച്ചാൽ അതിവേഗം സംസാര താപത്തിൽ നിന്നും മോചനം നേടാം എന്ന് അർത്ഥം. ദാതർയതസ്മിൻ ഭവൈഷ ജീവ സ്ഥാപത്രയേണോപഹദാന ശർമ്മ ആത്മം ലഭന്തേ ഭഗവം സ്തവാംഗ്രി ഛായാം സവിദ്യ മദഹാശയേമ. ഹേ ഈശ്വര, ഈ സംസാരത്തിൽ നിന്ദ്രോടിയുടെ പാദപത്മത്തെ ആശ്രയിക്കാത്ത ജീവന്മാർ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്നീ 3 താപങ്ങളാൽ 4 ഭാഗത്തു നിന്നും താടിക്കപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആത്മാവിലിരിക്കുന്ന പരമാനന്ദം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ഹേ ഭഗവൻ, സ്വരൂപാനന്ദത്തെ അനുഭവിക്കാനായി വിദ്യയോട് ചേർന്നിരിക്കുന്ന നിന്ദ്രയോടിയുടെ പാദഛായയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. മാർഗന്തീയത്തെ മുഖപത്മനീടേ ഛന്ദസ്സുപർണേ ഋഷയോ വിവിക്തേ യസ്യാകമർഷോദസരിദ്വരായ പദം പദം തീർത്ഥ പദപ്രപന്ന. ഹേ ഭഗവൻ, ഏകാന്തമായ ശുദ്ധസ്ഥാനങ്ങളിൽ ഇരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി ധ്യാനത്തിലിരിക്കുന്ന ഋഷിമാർ നിന്ദ്രയോടിയുടെ മുഖമാകുന്ന താമരപ്പൂവിനെ സ്വന്തം സ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് വേദങ്ങളാകുന്ന പക്ഷികളുടെ സഹായത്തെ അവലംബിച്ച് യാതൊരു പാദപത്മത്തെ അന്വേഷിച്ചറിയുന്നുവോ? പരിശുദ്ധമായ ഏത് ചരണത്തിൽ നിന്ന് പരമപവിത്രമായ ഗംഗാനദി ഉത്ഭവിക്കുന്നുവോ ആ ദിവ്യപാദങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. യശ്രദ്ധയാശ്രുതഭക്ത്യാ സംസൃജ്യമാനേ ഹൃദയേ പദായ ജ്ഞാനേന വൈരാഗ്യമലേന ധീര വ്രജേമദത്തേംഗ്രി സരോജപീഠം. ശ്രദ്ധയോടുകൂടി ഭഗവത് കഥാശ്രവണം നടത്തിയതിൽ നിന്നുണ്ടായ ഭക്തിയാൽ കാമക്രോധാദി ദോഷങ്ങൾ നശിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിൽ യാതൊന്നിനെയും ധ്യാനിക്കപ്പെട്ടത് നിമിത്തം ജ്ഞാനികൾ സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നുവോ? നിന്ദ്രവടിയുടെ ആ പദപത്മത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം. ഹേ ഈശ്വര, ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു വേണ്ടി വിവിധ അവതാരങ്ങളെ സ്വീകരിച്ച അവിടുത്തെ യാതൊരു പാദപത്മത്തെ സ്മരിക്കുന്നതായ തൻ്റെ ഭക്തന്മാർക്ക് ജന്മാദി ക്ലേശങ്ങൾ തീർത്ത് ബഹിരഹിതസ്ഥാനമായ പരമാത്മസ്വരൂപത്തെ നൽകുന്നുവോ ആ ചരണങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. യത്സാനുബന്ധേ സതി ദേഹഗേഹേ മമാഹമിത്യൂഢദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോ വിപുര്യാം ഭജേ മദത്തേ ഭഗവൻ പദാബ്ജം. പുത്രമിത്രാദികൾ, ഗ്രഹധനാദികൾ എന്നീ അനുബന്ധത്തോടുകൂടി ശരീരത്തിലും ഗ്രഹത്തിലും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ദൃഢഭാവത്തോടെ ഉറച്ചിരിക്കുന്ന പുരുഷന്മാരുടെ ഹൃദയത്തിൽ അങ്ങ് വധിക്കുന്നുണ്ടെങ്കിലും മലിനവാസനകളാൽ അങ്ങയുടെ പാദപത്മം അവരിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുന്നതിനാൽ അവർ അറിയുകയോ ഭജിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആ പാദാബ്ജങ്ങളെ ഞങ്ങൾ ഭജിക്കുന്നു. തൻവൈ യസദ്വൃത്തിവിരക്ഷിഭിർയേ പരാഹൃതാന്തർ മനഃപരേശ അതോ ന പശ്യന്തുരുകായ നൂനം ഏതേവധന്യാസ വിലാസലക്ഷ്മ്യാഹ. അസത്തുക്കളായ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് അങ്ങയിൽ നിന്ന് ബഹുദൂരത്തിൽ വർത്തിക്കുന്നതിനാൽ അവിടുത്തെ സ്വരൂപത്തെ പലവിധത്തിൽ ഗാനം ചെയ്തുകൊണ്ട് ജ്ഞാനാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരെയും അവർ അറിയുന്നില്ല. വിഷയവൈരാഗ്യം വരുന്നവർക്കും മാത്രമാണ് ഭഗവാനെയും ഭഗവത് ഭക്തന്മാരെയും അറിയാൻ കഴിയൂ എന്ന് സാരം. പാനേന ദേവകഥാസുധായ പ്രവൃദ്ധ ഭക്ത്യ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാജസാന്യേയുരഗുണ്ടധിഷ്ണ്യം. ഹേ ദേവ, അവിടുത്തെ കഥാമൃതം പാനം ചെയ്ത് അധികരിച്ച ഭക്തി കൊണ്ട് ആരാണോ നിർമ്മലമായ അന്ധകരണത്തോട് കൂടിയവരായിത്തീരുന്നത് അവർക്ക് അങ്ങയിൽ പരമപ്രേമവും തന്മൂലം വിഷയവിരക്തിയും ക്ലേശം കൂടാതെ ലഭിക്കുന്നു. അവർ നിന്ദ്രയോടിയുടെ പരമാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് നാശരഹിതമായ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു. കഥാശ്രവണം കൊണ്ട് ഭക്തിയും, ഭക്തി കൊണ്ട് വിഷയവിരക്തിയും, വിരക്തിയിൽ നിന്ന് ജ്ഞാനവും, ജ്ഞാനത്താൽ മോക്ഷവും ലഭിക്കുന്നു എന്ന് സാരം. തഥാപരേജാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ക്ഷമസ്യാന്നതു സേവയാതേ. ഭക്തിയോഗം കൊണ്ട് അവിടുത്തെ പ്രാപിക്കുന്നത് പോലെ മറ്റു ചില ധീരന്മാർ ആത്മസമാധി യോഗം കൊണ്ട് പ്രകൃതിയെ ജയിച്ചിട്ട് സർവേശ്വരനായ അങ്ങയെ പ്രാപിക്കുന്നുണ്ട്. മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ധ്യാനയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നവർക്ക് ക്ലേശം അധികമുണ്ട്.
ഭക്തിമാർഗത്തെ ആശ്രയിക്കുന്നവർക്ക് അത്രയും പ്രയാസം ഉണ്ടാകുന്നില്ല. തത്തേവയം ലോകസുസൃഷ്ടയാധ്യാതോയാനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിസ്മ സർവേ വിയുക്താസു വിഹാരതന്ത്രം ന ശക്നുമസ്തത് പ്രതിഹർത്തവേദേ. അതുകൊണ്ട് നിന്ദ്രവടിയെ തന്നെ ആശ്രയിക്കുന്നവരാണ് ഞങ്ങൾ. ലോകസൃഷ്ടി നടത്തണം എന്നുള്ള ഇച്ഛ കൊണ്ടാണല്ലോ, ത്രിഗുണങ്ങൾ കൊണ്ടും അവിടുത്തെ ആത്മാവിൻ്റെ അംശം കൊണ്ടും നിന്ദ്രവടി ക്രമ ഞങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പ്രസിദ്ധം. എന്നാൽ ഗുണങ്ങളുടെ നാനാത്വ നിമിത്തം ഞങ്ങൾ വേർപെട്ടിരിക്കുന്നവരാകുന്നു. അതിനാൽ നിന്ദ്രവടിയുടെ ക്രീഡാസ്ഥാനമായ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് അങ്ങേക്ക് സമർപ്പിക്കാൻ